ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. വേദങ്ങളും പുരാണങ്ങളും മറ്റും നൽകുന്ന സന്ദേശങ്ങൾ സാമാന്യ ജനത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്ന കൃതികളാണ് രാമായണവും മഹാഭാരതവും. മറ്റു വിഷയങ്ങളിലും സംസ്കാരങ്ങളിലും രൂപം കൊണ്ട ഇതിഹാസത്തേക്കാൾ മികച്ചതാണ് രാമായണവും മഹാഭാരതവും എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഇവയുടെ പാരായണം തന്നെ വേദപാരായണം പോലെ ഗുണപ്രദമാണ്. ഭക്തിസാന്ദ്രമായ ഈ സന്ധ്യാവേളയിൽ ഇനി നമുക്ക് സന്ധ്യാനാമത്തിന്റെ സമയമാണ്. കേൾക്കാം. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. 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 അഞ്ജനലോചനെ മഞ്ജുള ഭാഷിണി കുന്ദകുസുമാർച്ചിതാംഘ്രീ ജയ. ആനന്ദദായിനി പീനകുംഭസ്ഥനി ദാനവനാശിനി കാർത്യായനി. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. ഇന്ദിരേ ലോകൈകവന്ദിതേ ശ്രീരമേ മന്ദസ്മിതാനനെ കാർത്യായനി. ഈശ്വരി സർവൈശ്വർയാശ്രയീ ശാംഭവി ശാശ്വതാനന്ദദേ കാർത്യായനി. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. ഉള്ളിലുള്ളാമയം ഒക്കെ മാറ്റിയിടുവാൻ ഉള്ളിൽ വിളങ്ങണേ കാർത്യായനി. ഊനം കൂടാതെ നിന്നാമം ജപിക്കുവാൻ ഏണവിലോചനെ നീ തുണയ്ക്കൂ. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. ഋഗ്വേദമാദി ശ്രുതികളിൽ ഘോഷിക്കും നിർഗുണരൂപിണി കാർത്യായനി. എണ്ണമില്ലാത്തരി ബുക്കളെ കണ്ണിനാൽ വെണ്ണീറായി മാറ്റുന്ന കാർത്യായനി. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. ഏടലർബാണാരി തന്മടിയേറുന്ന പേടമാൻ നേർമുഖി കാർത്യായനി. ഐഹിക സൗഖ്യത്തിലാകാംക്ഷ വർദ്ധിച്ചു മോഹാന്ത കൂപത്തിലാണ്ടിടാതെ. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ.
ശേഷമെന്നുള്ളിൽ കാൺമാൻ അംബുജലോചനെ നിൻ പാദ പങ്കജം ശംഭുപ്രിയേ ഞങ്ങൾ കുമ്പിടുന്നേ. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. അത്തല ശേഷമൊഴിച്ചു ദിനം പ്രതി കാത്തുകൊൾകെന്നെ നീ കാത്യായനി. അത്തല ശേഷമൊഴിച്ചു ദിനം പ്രതി കാത്തുകൊൾകെന്നെ നീ കാത്യായനി. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. ദേവി മഹേശ്വരി ദേവി മഹേശ്വരി ദേവി മഹേശ്വരി മൂകാംബികേ. സൃഷ്ടികാരകനായ ബ്രഹ്മാവും സ്ഥിതികാരകനായ വിഷ്ണുവും സംഹാരകാരകനായ പരമശിവനുമാണ് ത്രിമൂർത്തികൾ. ഇതിൽ ആരാണ് ക്ഷമാശീലൻ എന്നറിയാൻ ഇന്നത്തെ കഥയമമ്മ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ത്രിമൂർത്തികളിൽ ഏറ്റവും കൂടുതൽ ക്ഷമാശീലം ആർക്കാണ് ഉള്ളത്? ഈ ഒരു പരിശോധന പണ്ട് ദേവന്മാർക്കിടയിൽ നടന്നു എന്നാണ്. നമുക്കറിയാം, ദേവന്മാരുടെ എല്ലാവരുടെയും ആരാധ്യ പുരുഷന്മാരാണ് ത്രിമൂർത്തികൾ. ബ്രഹ്മാവായിക്കോട്ടെ, മഹാവിഷ്ണു ആയിക്കൊള്ളട്ടെ, മഹാദേവനായിക്കൊള്ളട്ടെ, ഇവരോടൊക്കെ വലിയ ആദരവാണ് ദേവന്മാർക്കും ഭക്തരായിട്ടുള്ള നമുക്കും എല്ലാവർക്കും ഉള്ളത്. എങ്കിലും നമുക്കുള്ള പോലെ ചില ഗുണങ്ങൾ, അതുപോലെ തന്നെ ചില ദോഷങ്ങളും ഇവർക്കൊക്കെ ഉണ്ട് എന്ന് ചില കഥകളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വേണ്ട ഒരു ഗുണമാണല്ലോ ക്ഷമ എന്ന് പറയുന്ന ഗുണം. ഈ ഗുണം ത്രിമൂർത്തികളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് അറിയാനുള്ള ഒരു പരീക്ഷണം പണ്ട് ദേവന്മാർ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ കഥ എന്താണെന്നാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒരിക്കൽ ദേവന്മാരും മഹർഷിമാരൊക്കെ ചർച്ച ചെയ്തു എന്നാണ് ഈ ത്രിമൂർത്തികളിൽപ്പെട്ട ദേവന്മാരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷമാശീലം. പല ആളുകൾ പറഞ്ഞു വിഷ്ണുവിനാണ്, ചില ആളുകൾ പറഞ്ഞു മഹാദേവനാണ്, ചില ആൾക്കാർ പറഞ്ഞു ബ്രഹ്മദേവനാണ്, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ക്ഷമയോടെ കൂടിയിരിക്കുന്ന ആൾ. ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു വിഷ്ണു ഏത് സമയവും കിടക്കണം, അദ്ദേഹത്തിന് എല്ലാ സമയവും ക്ഷമ മാത്രമേ ഉള്ളൂ. മഹാദേവനാണ് എപ്പോഴും ധ്യാനത്തിലിരിക്കുന്നത്, അദ്ദേഹം എപ്പോഴും ക്ഷമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും വന്നു എന്നാണ്. അപ്പോൾ ഇതൊരു യുക്തി കണ്ടെത്താൻ വേണ്ടിയിട്ട് ആരാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ക്ഷമയുള്ളത് എന്നറിയാൻ വേണ്ടി ഇവരെല്ലാവരും ചേർന്ന് ഭൃഗു എന്ന് പറയുന്ന ഒരു മഹർഷിയെ ചുമതലപ്പെടുത്തിയതാണ്. ഈ ഭൃഗു മഹർഷി ഈ ത്രിമൂർത്തികളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷമാശീലം എന്നറിയാൻ വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം ആദ്യം പോയത് ബ്രഹ്മദേവന്റെ അടുത്താണ്. അദ്ദേഹത്തിന്റെ പിതാമഹന്റെ സ്ഥാനമുള്ള ആളാണ്. അപ്പൊ അവിടെ ചെന്ന സമയത്ത് വേണ്ട രീതിയിൽ അഭിവാദ്യമൊന്നും ചെയ്തില്ല അത്രേ മഹർഷി. ബ്രഹ്മാവിനെ കണ്ട സമയത്ത് ഒട്ടും വന്ദിച്ചില്ല, മാന്യതയോടുകൂടി പെരുമാറിയില്ല. ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് വലിയ ദേഷ്യം വരികയും അദ്ദേഹം കോപിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ മഹർഷി പറഞ്ഞു, അങ്ങ് ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു, ഞാൻ അങ്ങേ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, അങ്ങേക്ക് കോപമൊന്നുമില്ലാതെ ക്ഷമിക്കാനുള്ള കഴിവുണ്ടോ എന്ന് അങ്ങ് എന്നോട് കോപിച്ചു, അങ്ങ് ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ അദ്ദേഹം കൈലാസത്തിലേക്ക് പോയി എന്നാണ്. അവിടെ ഭഗവാൻ ഉമാഭഗവതിയോടൊപ്പം നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഈ ഭൃഗുമഹർഷിയെ കണ്ടതോടെ ഭഗവാൻ ഉണ്ടായിട്ടുള്ള സന്തോഷം കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് താഴത്തേക്ക് ഓടി വന്ന് ഭൃഗുവിനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എന്നാണ് മഹാദേവൻ. അപ്പൊ ഭൃഗു പറഞ്ഞു, എന്താണ് ഈ ചുടലഭസ്മൊക്കെ ധരിച്ച ദേഹം കൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കുക, എൻ്റെ ദേഹം കൂടെ അശുദ്ധാക്കി എന്നൊക്കെ പറഞ്ഞ് മഹാദേവനെ അപമാനിച്ച് സംസാരിച്ചു എന്നാണ്. അതിൽ മഹാദേവനും അത്യന്തം ക്രുദ്ധനായി ഭൃഗുവിനോട് ദേഷ്യപ്പെട്ടു. അത്രയ്ക്കൊക്കെ ആയോ എന്നൊക്കെ ചോദിച്ച് ഭഗവാൻ തൻ്റെ ആ മൂന്നാമത്തെ കണ്ണൊക്കെ ചിലപ്പോൾ തുറന്നു എന്നുള്ളൊരവസ്ഥ വരും എന്നൊക്കെ തോന്നിയ സമയത്ത് ഭൃഗു മഹർഷി നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ ഇങ്ങനൊരു പരീക്ഷയ്ക്ക് വന്നാണ്, അങ്ങും അതിൽ പരാജയപ്പെട്ടു. അങ്ങനെ മൂന്നാമത്തെ സ്ഥലമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് അദ്ദേഹം കൈലാസത്തിൽ നിന്ന് പോയി എന്നാണ്. അവിടെ ചെന്ന സമയത്ത് ഭഗവാൻ പാലാഴിയിൽ അനന്തൻ്റെ പുറത്ത് നല്ല ഗംഭീരമായിട്ടുള്ള ആ യോഗനിദ്രയിലാണ്, ഉറക്കാണ്. അദ്ദേഹം ചെന്ന പാടെ അദ്ദേഹം കരുതി ഇപ്പൊ വിഷ്ണു എഴുന്നേറ്റ് തന്നെ ആദരിക്കും, തന്നെ നമസ്കരിക്കും എന്നൊക്കെ കരുതിയെന്നാണ്. പക്ഷെ ഭഗവാൻ ഈ ഉറക്കത്തിൽ യോഗനിദ്ര എന്ന് നമ്മൾ വിളിക്കുന്ന ആ പ്രവർത്തനത്തിലായതുകൊണ്ട് ഭഗവാൻ ഇതൊന്നും അറിയുന്നേ ഇല്ല. അദ്ദേഹം അങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്, അല്ലേ? അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ അടുത്തേക്ക് ഈ ഭൃഗു വരികയും വേണ്ട രീതിയിൽ വിഷ്ണു
എഴുന്നേറ്റ് തന്നെ സ്വീകരിച്ചില്ല എന്നുള്ള ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വലത്തെ കാൽ ഉയർത്തി ആ ഭഗവാന്റെ മാറിലേക്ക് അമർത്തി ചവിട്ടി എന്നാണ്. ചവിട്ട് കിട്ടിയതോടുകൂടി ഭഗവാൻ അവിടെ നിന്ന് എണീറ്റു. അപ്പൊ അദ്ദേഹം പോലും ഒരു നിമിഷം ഭയന്നു പോയി. കാരണം ത്രിമൂർത്തിയിൽ ഏറ്റവും കൂടുതൽ ശക്തനായിട്ടുള്ള ഒരാളായിട്ടുള്ള വിഷ്ണുവിനെയാണ് ഈ ചവിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇദ്ദേഹം സുദർശനൊക്കെ എടുത്ത് പ്രയോഗിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ വിഷ്ണുവിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന ഭൃഗുമഹർഷി കണ്ടത് ഭഗവാൻ ഓടി വന്ന് ആ കാലിൽ പിടിച്ചങ്ങോട്ട് നമസ്കരിച്ചു എന്നാണ് വിഷ്ണു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു അത്രേ, അല്ലയോ മഹർഷേ, എൻ്റെ ഈ കല്ല് പോലുള്ള മാറിൽ ചവിട്ടിയിട്ട് അങ്ങയുടെ കാല് വേദനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തടവിത്തരാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞ് ആ കാല് പൊക്കിയിട്ട് ഭഗവാൻ ഈ മഹർഷിയുടെ ആ പാദങ്ങളെ തടവിക്കൊടുക്കാൻ തുടങ്ങി എന്നുമാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ ഭൃഗുവിന് പോലും തോന്നി ഇത്ര ഇങ്ങനെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ബാക്കി രണ്ടുപേരെയും ഞാൻ ദേഹോപദ്രവം ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. അവരോട് ചെറിയ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർക്കൊക്കെ വിഷമവും ദേഷ്യമൊക്കെ വന്നു. ഇദ്ദേഹത്തിന് ഞാൻ ശരീരത്തിൽ വേദനിപ്പിച്ചിട്ട് പോലും ഇദ്ദേഹം എന്നോട് ഇത്രയും ക്ഷമ കാണിക്കുന്നുണ്ടല്ലോ, ഇദ്ദേഹമാണ് ത്രിമൂർത്തികളിൽ ഏറ്റവും ക്ഷമാശീലനായിട്ടുള്ള ആള് എന്ന് അവിടെ വെച്ച് ഭൃഗു അദ്ദേഹത്തിൻ്റെ മുഴുവൻ ദേവന്മാരും കേൾക്കുന്നത് പോലെ മഹർഷിമാരൊക്കെ കേൾക്കുന്നത് പോലെ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു എന്നൊരു കഥ ശ്രീമദ് ഭാഗവതത്തിൽ പറയാനുണ്ട്. നോക്കൂ, ഇത് മഹാവിഷ്ണുവാണ് ഏറ്റവും ക്ഷമാശീലൻ എന്ന് കാണിക്കാനുള്ള ഒരു കഥയായിട്ട് പറയുന്ന കഥയാണ്. അല്ലാതെ ഒരിക്കലും കരുതരുത് ബ്രഹ്മാവിന് ക്ഷമ കുറവാണ്, മഹാദേവന് ക്ഷമ കുറവാണെന്നൊന്നും ഈ കഥ കേട്ട് മനസ്സിലാക്കരുത്. ഇത് വിഷ്ണുവിൻ്റെ കീർത്തി ഒന്നുകൂടെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ്. ഇവരെല്ലാവരും തന്നെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ ബ്രഹ്മത്തിൻ്റെ വിവിധ പേരുകളാണ്. ഒരിക്കലും ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും തമ്മിൽ ഭേദഭാവം കാണാൻ പാടില്ല. ഈ ഒരു കഥയൊക്കെ കേൾക്കുന്നതിലൂടെ ഭഗവാനോട് നമുക്കുള്ള ഇഷ്ടത്തിന് കൂടുതലൊരു വർധനവുണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള കഥകളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ആ ഭൃഗു മഹർഷി ചവിട്ടിയ പാട് ഇപ്പോഴും ഭഗവാന്റെ ആ നെഞ്ചിലുണ്ട് എന്നാണ്. ആ മറുകിനെയാണ്, ആ ചവിട്ട് കൊണ്ട പാടിനെയാണ് നമ്മൾ ശ്രീവത്സം എന്ന് വിളിക്കുന്നത്. ഭഗവാൻ ശ്രീവത്സം ധരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭൃഗു മഹർഷി ചവിട്ടിയ പാട് ഇപ്പോഴും ഉണ്ടെന്നാണ്. നിങ്ങൾ ഗുരുവായൂർ പോവുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ശ്രീവേലി വിഗ്രഹത്തിൽ ഇപ്പോഴും കാണാം ആ കാലിൻ്റെ പാട് അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. ആ കാല് ചവിട്ടിയതാണ്. അപ്പം അങ്ങനെയുള്ള തൻ്റെ ഭക്തൻ ചവിട്ടിയ ചവിട്ട് പോലും അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ആ നാരായണനായിട്ടുള്ള ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കഥ ഇവിടെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ജീവിതം പനിനീർ പോലെ കുളിർമയും സുഗന്ധപൂരിതവുമാകണം. ചന്ദനത്തിരി പോലെ ജീവിതം എരിഞ്ഞടങ്ങുമ്പോഴും മറ്റുള്ളവർക്ക് സുഗന്ധമേകണം. കർപ്പൂരനാളം പോലെ ജീവനുള്ള കാലം ഈശ്വരനെ വലം വെച്ചും സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചും അവരുടെ സ്പർശനങ്ങൾ തിരിച്ചറിഞ്ഞും ജീവിക്കണം. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. പണ്ട് എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാലക്കാട് ചിറ്റൂർ മനയിലെ കാരണവർക്ക് ഒരു തോന്നലുണ്ടായി. കുടുംബ പരദേവതയുടെ ചൈതന്യ സാന്നിധ്യം അങ്ങ് കിഴക്ക് ദേശത്തുണ്ടെന്ന്. തോന്നലിലുണ്ടായ ദേവീ സാന്നിധ്യം തേടി ഒരു നാൾ കാരണവരും പരിവാരങ്ങളും പാലക്കാട് നിന്നും യാത്ര തിരിച്ചു. തെക്ക് അനന്തപുരിയിലെത്തിയ കാരണവർ ദേവീ ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വടക്കുഭാഗത്തായി വിശാലമായ പാടങ്ങൾക്കും കായലിനുമിടയിലെ പ്രദേശത്താണ് ദേവീ ചൈതന്യമുള്ളതെന്ന് അദ്ദേഹം കണ്ടെത്തി. തോന്നലുണ്ടായ സ്ഥലത്ത് കാരണവർ ദേവീ ചൈതന്യം ആവാഹിച്ച് ചെറിയൊരു ക്ഷേത്രം പണിതു. ഈ ക്ഷേത്രമാണ് ഇന്ന് പള്ളിപ്പുറം തോന്നൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ പള്ളിപ്പുറം
കേന്ദ്ര റിസർവ് സേന ആസ്ഥാനത്തിനടുത്താണ് തോന്നൽ ഭഗവതി ക്ഷേത്രം. 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. മഹാപൂജകൾക്ക് നിരന്തരം വേദിയൊരുക്കുന്ന ക്ഷേത്രം കൂടിയാണ് തോന്നൽ ഭഗവതി ക്ഷേത്രം. സർവാഭീഷ്ട വരദായിനിയായ ഭഗവതിയെ തൊഴുതു വണങ്ങുന്ന ഭക്തന് ഉണ്ടാകുന്നതെല്ലാം നല്ല തോന്നലുകളാണ്. ഈശ്വരൻ മാത്രമാണ് സത്യമെന്ന തോന്നലുകൾ, കുടുംബത്തെക്കുറിച്ചുള്ള നല്ല തോന്നലുകൾ, സമൂഹത്തെക്കുറിച്ചുള്ള നല്ല തോന്നലുകൾ. സർവോപരി മോക്ഷമാണ് മനുഷ്യജന്മത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന തോന്നലുകൾ. അങ്ങനെ അഭീഷ്ട വരസിദ്ധിയോടൊപ്പം നല്ല തോന്നലുകളും ഭക്തർക്ക് ദേവി പ്രസാദമായി നൽകി അനുഗ്രഹിക്കുന്നു. രണ്ട് നാലമ്പലമുള്ള ക്ഷേത്രമാണ് തോന്നൽ ഭഗവതി ക്ഷേത്രത്തിന്. ആദ്യത്തെ നാലമ്പലത്തിന് മുഖമണ്ഡപമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിനും ഇതുപോലെ മറ്റു പല മഹാക്ഷേത്രങ്ങളിലും കാണുന്ന തരത്തിൽ മണ്ഡപത്തോടു കൂടിയ ശ്രീകോവിലാണ് ഇവിടെ. ആ ശ്രീകോവിലിലാണ് അഭീഷ്ട വരദായിനിയായ ശ്രീരാജരാജേശ്വരിയായ തോന്നൽ ഭഗവതി കുടികൊള്ളുന്നത്. കിഴക്ക് ദർശനമായാണ് ആദിപരാശക്തിയായ ദേവി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത്. മുമ്പ് ക്ഷേത്രത്തിന് മുന്നിൽ കിലോമീറ്ററോളം പരന്നുകിടക്കുന്ന പാടമായിരുന്നു. പഴയ പ്രതാപമില്ലെങ്കിലും ഇന്നും പാടത്തിന് വിസ്തൃതിയുണ്ട്. ആദിപരാശക്തിയായ ദേവി വാണരുളുന്ന ക്ഷേത്രത്തിലെ കവാടങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ദ്വാരപാലക സങ്കല്പത്തിലും പ്രത്യേകതയും സങ്കല്പവുമുണ്ട്. മുൻവശത്തെ വാതിൽ കാത്തുസൂക്ഷിക്കുന്നത് മയിലിനോടൊപ്പമുള്ള ശൂലാധാരിയായ സുബ്രഹ്മണ്യനാണ്. അമ്മയെ, സ്ത്രീയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദേവതാ സങ്കല്പമാണ് ശ്രീമുരുകൻ. ദേവിക്കും പ്രിയപ്പെട്ടവനായിരുന്നു സ്കന്ദൻ. ക്ഷേത്രത്തിന്റെ പുറകിലെ വാതിൽ കാത്തുസൂക്ഷിക്കുന്നത് ഗണപതിയാണ്. മക്കളായ സുബ്രഹ്മണ്യനും ഗണപതിയും മുന്നിലും പിറകിലും കാവൽ നിൽക്കുമ്പോൾ തോന്നൽ ഭഗവതിക്ക് ശ്രീ പാർവതിയുടെ ഭാവമാണ്. ദുർഗയും ലക്ഷ്മിയും ഭദ്രയും സരസ്വതിയും ശ്രീ പാർവതിയും ഒരു സങ്കല്പമായി തോന്നൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ശ്രീകോവിലിനോട് ചേർന്ന് കന്നിമൂലയിൽ സർവവിഘ്ന നിവാരണനായി ശ്രീ മഹാഗണപതിയുടെ ക്ഷേത്രമുണ്ട്. നാലമ്പലത്തിന് പുറത്താണ് ശ്രീ മഹാദേവ ക്ഷേത്രം. ശിവക്ഷേത്രത്തിന് വടക്ക് തൊട്ടടുത്താണ് നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും സ്ഥാനം. തിരുവിതാംകൂർ രാജവംശവുമായി അഭേദ്യമായ ബന്ധമുണ്ട് തോന്നൽ ദേവീക്ഷേത്രത്തിന്. എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആസ്ഥാനമായിരുന്നു പള്ളിപ്പുറം. അക്കാലത്ത് ആറ്റിങ്ങൽ കൊട്ടാരവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു തിരുവിതാംകൂർ കൊട്ടാരത്തിന്. ആറ്റിങ്ങൽ കൊട്ടാരത്തോട് ചേർന്നുള്ള തിരു ആറാട്ടുകാവിൽ നടക്കുന്ന അരിയാട്ട് വാഴ്ച പ്രധാനപ്പെട്ട രാജകീയ ചടങ്ങാണ്. ഇന്നും പ്രൗഢിയൊട്ടും കുറയാതെ ആ ചടങ്ങ് നടത്തിവരുന്നു. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് അനന്തപുരിയിൽ നിന്ന് അരിയാട്ട് വാഴ്ചയ്ക്കായി
അദ്ദേഹവും രാജകുടുംബാംഗങ്ങളും സൈന്യവും പുറപ്പെട്ടു. കുതിരകളെ പൂട്ടിയ രഥത്തിലായിരുന്നു രാജാവിന്റെ യാത്ര. ഓരോ 6 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴും കുതിരകൾക്ക് വിശ്രമം കൊടുക്കാൻ യാത്രയ്ക്ക് ഇടവേള ഒരുക്കുമായിരുന്നു. അത്തരത്തിൽ ഒരു ഇടത്താവളമായിരുന്നു പള്ളിപ്പുറം. അന്ന് ഈ ക്ഷേത്രം ജീർണിച്ച് കാട് കയറി ഭക്തരുടെ സാന്നിധ്യമില്ലാതെ കിടക്കുകയായിരുന്നു. വിശ്രമത്തിന് ശേഷം കുതിരകളെ പൂട്ടി യാത്ര ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ രഥം ഒരു വിധത്തിലും അനങ്ങാതെയായത്രേ. രാജാവും പരിവാരങ്ങളും വിഷമിച്ചു നിൽക്കുമ്പോൾ ചില നാട്ടുകാരെത്തി ഭഗവതി ക്ഷേത്രത്തിന്റെ പരിതാപകരമായ അവസ്ഥ വിവരിച്ചു. നാട്ടുകാരുടെ സങ്കടം കേട്ട രാജാവ് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന് മുന്നിലെത്തി ദേവിയെ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിച്ചു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം എത്രയും വേഗം നടത്താമെന്നും പെട്ടെന്നുണ്ടായ തോന്നലിൽ അദ്ദേഹം സത്യം ചെയ്തു. അപ്പോഴേക്കും രഥം അനങ്ങുകയും ആറ്റിങ്ങൽ കൊട്ടാരത്തിലെത്തി അരിയാട്ടുവാഴ്ച കെങ്കേമമായി നടത്തുകയും ചെയ്തു. താമസിയാതെ രാജാവ് ദേവിക്ക് മുന്നിൽ അർപ്പിച്ച വാക്കു പാലിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന മണ്ഡപത്തോട് ചേർന്ന് വട്ടെഴുത്ത് കാണാം. ഓരോ കാലത്തും ക്ഷേത്രത്തിൽ നടന്ന പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട സൂചനകളാണ് വട്ടെഴുത്തിൽ അധികവും. കൊല്ലവർഷം 654 ആണ്ടിൽ പുനരുദ്ധാരണം നടത്തിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പൗരാണികത വെളിപ്പെടുത്തുന്ന പുരാതന ലിപികളും ഇവിടെ കാണാം. 1475 തുടങ്ങി ക്ഷേത്ര പുനരുദ്ധാരണം 1479 പ്രതിഷ്ഠ നടത്തിയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാതന ശില്പകലാ സൗന്ദര്യം നിറഞ്ഞതാണ് ശ്രീലക ഗോപുരം. പുരാണ കഥകളുടെ കഥാപാത്രങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും മികവോടെ നിൽക്കുന്നു. 2 വിഗ്രഹങ്ങളാണ് ഇവിടെ. കടുശർക്കര കൊണ്ടുള്ള മൂലപ്രതിഷ്ഠയാണ്. കടുശർക്കര കൊണ്ടുള്ള പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങൾ പ്രസിദ്ധവും പ്രസക്തവുമാണ്. പഞ്ചലോഹ വിഗ്രഹത്തിലെ ചൈതന്യത്തെയാണ് ഭക്തർ ആദ്യം ദർശിക്കുന്നത്. ഈ വിഗ്രഹത്തിനു പിന്നിലാണ് കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ച അഷ്ടബാഹുക്കളോട് കൂടിയ 6 അടിയിലേറെ ഉയരമുള്ള മൂലബിംബം. ശ്രീലകത്ത് ഒരു ദേവീ ചൈതന്യത്തിന്റെ 2 വിഗ്രഹങ്ങളെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദോഷങ്ങൾ അകലുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മഹിഷാസുരനെ വധിച്ച ശേഷം ദുർഗാദേവി ശാന്തഭാവം കൈവരിച്ച നിലയിലാണ് പ്രതിഷ്ഠ. ആസുരിക മൂർത്തിയായ മഹിഷന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ദേവി സർവാഭരണ വിഭൂഷിതയും ആയുധധാരിയുമായാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ എത്ര തവണ വർണ്ണിച്ചാലും നേരിട്ട് അനുഭവിക്കുന്ന അനുഭൂതി ഉണ്ടാകുകയില്ല. ഒരു ഭക്ഷണത്തിന്റെ രുചി അറിയണമെങ്കിൽ കഴിച്ചു നോക്കുക തന്നെ വേണം. അതുപോലെയാണ് ഈശ്വര ചൈതന്യവും. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.